അപ്പം തായ്ലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഗോയ്സ്, നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ടെല്ലാം കഴിഞ്ഞു. അതങ്ങ് ബാക്കിൽ എല്ലാം സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇനി വെയിറ്റിങ്ങിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. 1 hour ഫ്ലൈറ്റ് ഡിലേ ആണ്. ഇനിയും കുറേ നേരം ഇവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പം തന്നെ 12:30 ആയുള്ളൂ. ഇനി 3 മണിക്ക് ഫ്ലൈറ്റ് വരുള്ളൂ. അത്രയും നേരം ഇവിടെ ഇരിക്കണം. ചെക്കിങ്ങും ഇമിഗ്രേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പം തിരക്കങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഫ്ലൈറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അത്രയ്ക്ക് ലേറ്റൊന്നും ആയില്ല. കറക്റ്റ് സമയം. പിന്നെ ശരിയാക്കാം. ഫ്ലൈറ്റിലിരുന്ന് ഫ്രീസിങ് തണുപ്പായിരുന്നു. എന്നിട്ട് പുറത്തേക്ക് വന്ന് ഇച്ചിരി വെയിൽ കൊണ്ടപ്പം അപ്പോൾ നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമുക്ക് നമ്മുടെ ബസ് റെഡിയായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് സംഭവം അടിപൊളി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഓഫ് ഫുഡായിരുന്നു. ഒരു ബാഗിൽ ഒരു ബനാന, ഡ്രിങ്ക്, സാൻഡ്വിച്ച്, പിന്നെ നമ്മുടെ സ്വന്തം കേസരി, അതൊക്കെയായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടൈഗർ ടോപ്പിയിലേക്ക് പോയി. അത് അടിപൊളിയായിരുന്നു. കുറേ ടൈഗേഴ്സ്, കുറേ ആനിമൽസ്, അങ്ങനെ എല്ലാവരും അവിടെ കയറി. നമുക്കതിൻ്റെ ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പം അവിടെ എല്ലാവരും ഫോട്ടോ, വീഡിയോ അവർ തന്നെ എടുത്തൊക്കെ തരും. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ പറഞ്ഞ് ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു. ടൈഗറിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ടൈഗറിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, ചാടിക്കും, ഓടിക്കും. അതൊക്കെ അടിപൊളിയാണ്. കാരണം ഒരു ഭീകരമായ സാധനം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയങ്കര അനുസരണയോടുകൂടി ഇരിക്കാൻ കിടക്കൊക്കെ ചെയ്യുന്ന നമുക്ക് ഭയങ്കര cha 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 cha
നല്ല മുള്ളോടെ വെച്ചേക്കണേ. എവിടെ ഓ പിഗ് പശു ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കി തരും ഗൈസ്. അത് കൂന്തലാണ്. അത് വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മൾ പട്ടായ സ്ട്രീറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു 7-Eleven ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ ഈ റീൽസൊക്കെ കണ്ട അതേ സ്ഥലത്ത് അവിടെ അങ്ങോട്ട് കുറേയധികം ഫുഡ് ഐറ്റംസും അതിനിങ്ങനെ കൗതുകം തോന്നുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും കാണുന്നത് പോലെയില്ല, നമുക്കത്ര ടേസ്റ്റി ഫീൽ തരില്ല എന്ന് മനസ്സിലായത് എനിക്കിപ്പോഴാണ്. കാരണം കാണുമ്പോഴെല്ലാം അടിപൊളിയാണ്, പക്ഷേ വെറുതെ പിടിക്കല്ലേ. പക്ഷെ അങ്ങനെയല്ല, എല്ലാം ഒന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയണ്ട. പക്ഷെ ചിലതൊക്കെ നല്ല ടേസ്റ്റി ആണ്. പക്ഷെ നമ്മൾ പുറമേ ഉള്ള ഈ വെറൈറ്റി സാധനം വാങ്ങണേ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒരു വെറൈറ്റി സാധനം വാങ്ങണേ, ട്രൈ ചെയ്യാൻ. ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയത്. ഞങ്ങൾ കുറച്ച് 7-10 പേരോളം ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ അവസാനം എണീറ്റ് നിന്നൊക്കെയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഹോട്ടലിൽ തിരിച്ചെത്തിയത്. ഏത് പൂ? ചെമ്പകപ്പൂ. റിസപ്ഷനില് പറയാനുണ്ട്. ഹായ്. അപ്പം നമ്മൾ അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും 7-Eleven അവിടെ കയറി ഒരു ഡ്രിങ്ക് വാങ്ങിച്ചു. ഇത് സ്ട്രോബെറി മിൽക്കാണ്. വേറെ കുറെ ബനാന മിൽക്ക് അങ്ങനത്തെ മിൽക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല.
അത്ര പോരാ. നമുക്കൊരു ഈ പറയണ അത്ര ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു മിൽക്കില് സ്ട്രോബെറി ഫ്ലേവർ. പിന്നെ പറയണ അത്ര നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പം ഭയങ്കര ടേസ്റ്റി ഫീലൊക്കെ കിട്ടും. പക്ഷെ അത് നമ്മൾ കുടിക്കുന്ന അത്ര വലിയ ഫീലൊന്നും ഇല്ല. വാങ്ങിയതല്ല കുടിക്കാൻ. ഇനി വലുതെങ്ങാനും എടുത്തിരുന്നെങ്കിൽ ആര് കുടിച്ച് തീർക്കായിരുന്നു. ശരി, ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടാൻ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരി, നോക്കിയിട്ട് ഗൈസ് 7-Eleven നിന്ന് വാങ്ങിച്ച ഈ ഡ്രിങ്ക് വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ നമുക്കൊരു കേക്ക് കഴിച്ച് നോക്കാം. ഇപ്പൊ ഞാൻ ലുലുന്ന് വാങ്ങിക്കൊണ്ട് വന്ന കേക്കാണ്. ഇതും ഇവിടെ കഴിച്ചു. ഇതിനത്ര സ്വീറ്റ്നെസ് ഇല്ല, പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആണ് കൊള്ളാം.